ഹായ് ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ആർ നോട്ട് ഹാപ്പി റൈറ്റ് നൗ, ഒട്ടും വിഷമിക്കണ്ട. നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു 1 month കഴിഞ്ഞിട്ടോ നിങ്ങൾ ഈ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിച്ചതെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല. സോ നമ്മളുടെ ഹാരിയും അതുപോലെ ഒരു വിഷമത്തിലാണ്. റോണും ഹെർമിയോണിയും പ്രിഫെക്റ്റ് കാരിയേജിലേക്ക് പോകാൻ നിൽക്കുന്ന അവസരത്തിലാണ് നമ്മൾ കഥ പറഞ്ഞ് അവസാനം നിർത്തിയത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻ ദ സ്റ്റോറി. ഞങ്ങൾക്ക്, അതായത് റോണിനും എനിക്കും പ്രിഫെക്റ്റ് കാരിയേജിൽ പോകണമായിരുന്നു. ഹെർമിയോണി പ്രയാസത്തോടെ വാക്കുകൾ മുഴുമിപ്പിച്ചു. റോൺ ഹാരിയെ നോക്കിയതേയില്ല. ഇടതുകൈയിലെ നഖങ്ങളിൽ അവൻ അതിയായ താല്പര്യം കാണിച്ചു. ഓ, അങ്ങനെയാണോ? ഹാരി പറഞ്ഞു. മുഴുവൻ സമയവും അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഹെർമിയോണി പെട്ടെന്ന് പറഞ്ഞു. ഹെഡ് ബോയ് ആൻഡ് ഹെഡ് ഗേളിൽ നിന്ന് നിർദ്ദേശങ്ങൾ എടുക്കാനും ഇടയ്ക്കിടെ ഇടനാഴികളിൽ പട്രോളിംഗ് നടത്താനുമാണ് കത്തിൽ പറഞ്ഞിരുന്നത്. ഫൈൻ, ഹാരി വീണ്ടും പറഞ്ഞു. ശരി, എങ്കിൽ പിന്നെ കാണാം. യാ, തീർച്ചയായും. ഹാരിയെ ആശങ്കാകുലമായ ഒരു നോട്ടം നോക്കി റോൺ പറഞ്ഞു. അവിടെ പോകുന്നത് തന്നെ ചിന്തിക്കാൻ വയ്യ. അതിനേക്കാൾ എനിക്ക് പക്ഷെ പോയല്ലേ പറ്റൂ. അതായത് പോകാൻ എനിക്കിഷ്ടമില്ല. എനിക്കൊരിക്കലും പേഴ്സി ആവാൻ സാധിക്കില്ല. റോൺ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതെനിക്കറിയാം, ഹാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഹെർമിയോണിയും റോണും അവരുടെ പെട്ടികളും ക്രൂക്ഷാങ്സിനെയും കൂട്ടിലടച്ച പിഗുഡ്ജിയനെയും ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ അറ്റത്തേക്ക് വലിച്ചു കൊണ്ടുപോയപ്പോൾ ഹാരിക്ക് അതുവരെയില്ലാത്ത ഒരു വിചിത്ര നഷ്ടബോധം തോന്നി. റോൺ ഇല്ലാതെ അവൻ ഒരിക്കലും ഹോഗ്വാർട്സ് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. വാ, ജിനി ഹാരിയോട് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ നിന്നാൽ അവർക്ക് കൂടിയുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരിയാണ്, ഹാരി അതിനോട് യോജിച്ചു. ഒരു കൈയിൽ ഹെഡ്വിഗിൻ്റെ കൂടും മറുകൈയിൽ തൻ്റെ പെട്ടിയുടെ പിടിയും വഹിച്ചുകൊണ്ട് അവർ ഇടനാഴിയിലൂടെ നടന്നു. ഗ്ലാസ് പാനലുള്ള വാതിലുകളിലൂടെ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് നോക്കി. ഇതിനകം നിറഞ്ഞിരുന്നു. ധാരാളം ആൾക്കാർ വളരെ താല്പര്യത്തോടെ തന്നെ തിരിഞ്ഞു നോക്കുന്നതും അവരിൽ പലരും അടുത്തിരിക്കുന്നവരെ തട്ടി ചൂണ്ടിക്കാണിക്കുന്നതും ഹാരിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തുടർച്ചയായ 5 ഇടങ്ങളിൽ ഈ പെരുമാറ്റം നേരിട്ടപ്പോൾ വേനൽക്കാലം മുഴുവൻ ദ ഡെയിലി പ്രോഫിറ്റ് തൻ്റെ നുണക്കഥയെക്കുറിച്ച് അതിൻ്റെ വായനക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അവൻ ഓർത്തു. ഇപ്പോൾ തുറച്ചു നോക്കുകയും മന്ത്രിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ആ കഥകൾ വിശ്വസിച്ചിട്ടുണ്ടാകുമോ എന്ന് അവന് സംശയമായി. അവസാനത്തെ കാരിയേജിൽ അവർ നെവിൽ ലോങ്ബോട്ടത്തെ കണ്ടുമുട്ടി. ഹാരിയുടെ 5ാം വർഷ ഗ്രിഫിൻഡോർ സഹപാഠിയായിരുന്നു അവൻ. ട്രെവർ എന്ന അവൻ്റെ തവളയെ ഒറ്റക്കൈയിലേന്തി മറുകൈയിൽ പെട്ടിയും വലിച്ച് തളർന്ന അവൻ്റെ വട്ടമുഖം തിളങ്ങി. ഹായ് ഹാരി, അവൻ കിതച്ചു. ഹായ് ജിനി, എല്ലായിടത്തും ആളായി, എനിക്ക് സീറ്റ് കിട്ടിയില്ല. നീ എന്താണ് പറയുന്നത്? നെവിൽ കടന്നു വന്ന അവൻ്റെ പിന്നിലുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ജിനി ചോദിച്ചു. ഇതിൽ സ്ഥലമുണ്ടല്ലോ. ഇവിടെ ലൂണി ലവ്ഗുഡ് മാത്രമേ ഉള്ളൂ. ആരെയും ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നോ എന്തോ നെവിൽ പിറുപിറുത്തു. ഓ നെവിൽ, ജിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കതൊന്നും ഒരു കുഴപ്പവുമില്ല. അവൾ വാതിൽ തുറന്ന് തൻ്റെ പെട്ടി അകത്തേക്ക് വലിച്ചു. ഹാരിയും നെവിലും പിന്നാലെ കയറി. ഹായ് ലൂണ, ഈ സീറ്റിൽ ഞങ്ങൾ ഇരുന്നോട്ടെ? ജിനി ചോദിച്ചു. ജനാലക്കരികിലിരുന്ന പെൺകുട്ടി അവരെ നോക്കി. തീരെ വെടിപ്പില്ലാത്ത അരക്കെട്ടോളം നീളമുള്ള വൃത്തികെട്ട സ്വർണ്ണമുടിയും വളരെ വിളറിയ പുരികങ്ങളും തള്ളി നിൽക്കുന്ന കണ്ണുകളും അവൾക്ക് സ്ഥായിയായ അത്ഭുതഭാവം നൽകി. നെവിൽ എന്തുകൊണ്ടാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറാതിരുന്നതെന്ന് ഹാരിക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾക്ക് വിചിത്ര രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. ഒരുപക്ഷെ അവൾ ഇടത് ചെവിക്ക് പിന്നിൽ തന്നെ വടി തിരുകി സുരക്ഷിതമായി സൂക്ഷിക്കാൻ വെച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ ബട്ടർ ബിയർ കോക്കുകൾ കൊണ്ടുള്ള ഒരു മാല ധരിച്ചതുകൊണ്ടോ, അതുമല്ലെങ്കിൽ അവളൊരു മാഗസിൻ തലകീഴായി
വായിക്കുന്നത് കൊണ്ടോ ആയിരിക്കാം അത്. അവളുടെ കണ്ണുകൾ നെവിലിന് മുകളിൽ പതിഞ്ഞു. പിന്നീടത് ഹാരിയിൽ പതിഞ്ഞു. അവൾ തലയാട്ടി. താങ്ക്സ്, ജിനി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹാരിയും നെവിലും 3 പെട്ടികളും ഹെഡ്വിഗിൻ്റെ കൂടും ലഗേജ് റാക്കിൽ കയറ്റിയതിന് ശേഷം ഇരുന്നു. ദ ക്വിബ്ലർ എന്നു പേരുള്ള തൻ്റെ തലകീഴായ മാസികയിലൂടെ ലൂണ അവരെ നിരീക്ഷിച്ചു. സാധാരണ മനുഷ്യരെ പോലെ അവൾ കണ്ണു ചിമ്മിയതേയില്ല. അവൾ തൻ്റെ എതിർവശത്തുള്ള സീറ്റിലിരുന്ന ഹാരിയെ തുറിച്ചു നോക്കി. ഇപ്പോൾ അവന് അവിടെ ഇരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ലൂണ, അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? ജിനി ചോദിച്ചു. നന്നായിരുന്നു. ഹാരിയിൽ നിന്ന് കണ്ണെടുക്കാതെ ലൂണ സ്വപ്നത്തിലെന്ന പോലെ പറഞ്ഞു. അതെ, അത് വളരെ നന്നായിരുന്നു. നിനക്കറിയാമോ, നീ ഹാരി പോട്ടറാണ്. അവൾ കൂട്ടിച്ചേർത്തു. എന്നെ എനിക്കറിയാം, ഹാരി പറഞ്ഞു. ഇത് കേട്ട് നെവിൽ ചിരിച്ചു. ലൂണ തൻ്റെ വിളറിയ കണ്ണുകൾ അവൻ്റെ നേരെ തിരിച്ചു. നീ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരുമല്ല, നെവിൽ തിടുക്കത്തിൽ പറഞ്ഞു. അല്ലല്ല, ജിനി ഇടപെട്ടു. ഇത് നെവിൽ ലോങ് ബോട്ടം. ഇത് ലൂണ ലവ്ഗുഡ്. ലൂണ എൻ്റെ ഇയറിലാണ്, പക്ഷേ റാവൻ ക്ലോയിലാണ്. അളവിനപ്പുറമുള്ള ബുദ്ധിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ലൂണ ഒരു പാട്ട് പാടുന്ന പോലെ പറഞ്ഞു. തലകീഴായി പിടിച്ച മാഗസിൻ ഉയർത്തിപ്പിടിച്ച് മുഖം മറച്ച് അവൾ നിശബ്ദയായി. ഹാരിയും നെവിലും പുരികങ്ങൾ ഉയർത്തി പരസ്പരം നോക്കി. ജിനി ചിരി അടക്കി. തീവണ്ടി അവരെയും കൊണ്ട് ഒരു തുറസായ സ്ഥലത്തേക്ക് ചൂളം വിളിച്ചുകൊണ്ട് വേഗത്തിൽ കുതിച്ചു. അതൊരു അസാധാരണവും അസ്ഥിരവുമായ ഒരു ദിവസമായിരുന്നു. ഒരു നിമിഷം വണ്ടിയിൽ സൂര്യപ്രകാശം നിറഞ്ഞു. തൊട്ടടുത്ത നിമിഷം അവർ അശുഭകരമായ ചാരനിറത്തിലുള്ള മേഘങ്ങൾക്കിടയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇത്തവണത്തെ എൻ്റെ പിറന്നാളിന് എനിക്ക് എന്താണ് കിട്ടിയതെന്ന് ഊഹിക്കാമോ? നെവിൽ ചോദിച്ചു. റിമെമ്പറൽ തന്നെയാണോ? നെവിലിൻ്റെ മുത്തശ്ശി അവൻ്റെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ അയച്ചു തന്ന മാർബിൾ പോലുള്ള ഉപകരണം ഓർത്തുകൊണ്ട് ഹാരി ചോദിച്ചു. അല്ല, നെവിൽ പറഞ്ഞു. അതൊന്നു തന്നെ ധാരാളം. പക്ഷേ പഴയത് കളഞ്ഞു പോയിട്ട് കുറേയായി. അതല്ല, ഇതാ നോക്ക്. ട്രെവറിൽ നിന്ന് അല്പം പിടി അയച്ച് കൈ അവൻ സ്കൂൾ ബാഗിലേക്ക് കുത്തിയിറക്കി. ചെറിയൊരു തിരച്ചിലിന് ശേഷം ഒരു കലത്തിൽ നിന്ന് ചെറിയ ചാരനിറത്തിലുള്ള കള്ളിച്ചെടി പോലെ തോന്നിക്കുന്ന ഒന്ന് പുറത്തെടുത്തു. പക്ഷേ അതിന് മുള്ളുകൾക്ക് പകരം നിറയെ കുരുക്കളായിരുന്നു. മിംബുലസ് മിംബ്ലറ്റോണിയ, അവൻ അഭിമാനത്തോടെ പരിചയപ്പെടുത്തി. ഹാരി ആ വസ്തുവിലേക്ക് തന്നെ തുറിച്ചു നോക്കി. അത് ചെറുതായി സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. എന്തോ രോഗബാധിതമായ ആന്തരിക അവയവത്തിൻ്റെ ഭയപ്പെടുത്തുന്ന രൂപമായിരുന്നു അതിന്. ഇത് അത്യപൂർവമാണ്. നെവിലിൻ്റെ മുഖം തിളങ്ങി. ഹോഗ്വാർട്സിലെ ഗ്രീൻ ഹൗസിൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രൊഫസർ സ്പ്രൗട്ടിനെ ഇത് കാണിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ അങ്കിൾ ആൽജി അസീറിയയിൽ നിന്ന് എനിക്കായി കൊണ്ടുവന്നതാണിത്. ഇതിൽ നിന്ന് പുതിയത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കണം. നെവിലിൻ്റെ പ്രിയപ്പെട്ട വിഷയം സസ്യശാസ്ത്രമാണെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. പക്ഷേ വളർച്ച കുറഞ്ഞ ഈ കുഞ്ഞു ചെടിയെ കൊണ്ട് എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന് ഹാരിക്ക് മനസ്സിലായില്ല. ഇതെന്തെങ്കിലും ചെയ്യുമോ? ഹാരി ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, നെവിൽ അഭിമാനത്തോടെ പറഞ്ഞു. ഇതിനെ അതിശയപ്പെടുത്തുന്ന ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. ഇതാ, ഈ ട്രെവറിനെ ഒന്ന് പിടിക്ക്. അവൻ തൻ്റെ തവളയെ ഹാരിയുടെ മടിയിലേക്ക് എറിഞ്ഞു. സ്കൂൾ ബാഗിൽ നിന്ന് ഒരു എഴുത്തുതുവൽ എടുത്തു. നെവിൽ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ലൂണ ലവ്ഗുഡിൻ്റെ വിടർന്ന കണ്ണുകൾ വീണ്ടും അവളുടെ തലകീഴായ മാഗസിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. നെവിൽ മിംബുലസ് മിംബ്ലറ്റോണിയയെ കണ്ണുകൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ച് നാവ് പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ച് സ്ഥാനം നോക്കി തൻ്റെ തൂവലിൻ്റെ അഗ്രം കൊണ്ട് ചെടിക്ക് മൂർച്ചയുള്ള ഒരു പ്രഹരം നൽകി. ചെടിയിലെ ഓരോ കുരുവിൽ നിന്നും കട്ടിയുള്ളതും ദുർഗന്ധം വമിക്കുന്നതും കടും പച്ച നിറത്തിലുള്ളതുമായ ദ്രാവകം ചീറ്റി അവ
സീലിങ്ങിലും ജനാലകളിലും ലൂണ ലവ്ഗുഡിന്റെ മാഗസീനിലും തെറിച്ചു. കൃത്യസമയത്ത് കൈകൾ മുഖത്തിനു മുന്നിൽ ഉയർത്തിയ ജിന്നിയുടെ തലയിൽ ഒരു പച്ച സ്ലൈം തൊപ്പി പോലൊന്ന് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഹാരിക്കാകട്ടെ ട്രെവറിനെ പിടിക്കാൻ പോയ കൈ തിരിച്ചു വരാത്തതിനാൽ മുഖം നിറയെ അത് പരന്നു. അതിന് പുളിച്ച ചാണകത്തിൻ്റെ ഗന്ധമായിരുന്നു. മുഖവും ശരീരവും നനഞ്ഞിരുന്ന നെവിൽ കണ്ണുകളിൽ നിന്ന് അത് കളയാൻ തല കുടഞ്ഞു. സോറി, അവൻ ദീർഘശ്വാസമെടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഇത് പരീക്ഷിച്ചിട്ടില്ല. ഇത്രത്തോളം ആകുമെന്ന് ഞാൻ കരുതിയില്ല. വിഷമിക്കേണ്ട, സ്റ്റിംഗ് സാപ്പ് വിഷമുള്ളതല്ല. ഹാരി തറയിൽ തുപ്പിയപ്പോൾ അവൻ പരിഭ്രാന്തിയോടെ കൂട്ടിച്ചേർത്തു. ആ കൃത്യനിമിഷം അവരുടെ കമ്പാർട്ട്മെന്റിന്റെ വാതിൽ മലർക്കെ തുറന്നു. ഓ ഹലോ ഹാരി, ഒരു ഉത്കണ്ഠ നിറഞ്ഞ ശബ്ദം ഉയർന്നു. ഞാൻ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു. ട്രെവർ ഇല്ലാത്ത കൈകൊണ്ട് ഹാരി കണ്ണടയുടെ ലെൻസുകൾ തുടച്ചു. നീണ്ട തിളങ്ങുന്ന കറുത്ത മുടിയുള്ള വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി വാതിൽക്കൽ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. റാവൻക്ലോ കിഡിച്ച് ടീമിലെ സീക്കർ ചോ ചാങ്. ഓ ഹായ്, ഹാരി നിർവികാരതയോടെ പറഞ്ഞു. ഒരു ഹലോ പറയാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, ചോ പറഞ്ഞു. മുഖം ചുവന്നതോടെ അവൾ വാതിലടച്ച് പോയി. ഹാരി സീറ്റിൽ ചാരിക്കിടന്നു ഞരങ്ങി. താൻ പറഞ്ഞ ഒരു തമാശ കേട്ട് ചിരിക്കുന്ന കുറച്ചാളുകളുടെ കൂടെയാണ് തന്നെ ചോ കണ്ടിരുന്നെങ്കിൽ അവനത് ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ നെവിലിനും ലൂണി ലവ്ഗുഡിനുമൊപ്പം ഒരു തവളയും പിടിച്ച് സ്റ്റിംഗ് സാപ്പിൽ മുങ്ങി അവൾ തന്നെ കാണേണ്ടിയിരുന്നില്ലെന്ന് അവന് തോന്നി. സാരമില്ല, ജിനി ധൈര്യത്തോടെ പറഞ്ഞു. നമുക്കിതെല്ലാം എളുപ്പത്തിൽ കളയാം. അവൾ തൻ്റെ വടി പുറത്തെടുത്തു. സ്കോജിഫൈ. സ്റ്റിംഗ് സാപ്പ് അപ്രത്യക്ഷമായി. സോറി. നെവിൽ വീണ്ടും ചെറിയ ശബ്ദത്തിൽ ക്ഷമാപണം നടത്തി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും റോണും ഹെർമിയോണിയും എത്തിയില്ല. അപ്പോഴേക്കും ഫുഡ് ട്രോളി കടന്നുപോയി കഴിഞ്ഞിരുന്നു. ഹാരിയും ജിനിയും നെവിലും പംകിൻ പേസ്ട്രികൾ കഴിച്ച് ചോക്ലേറ്റ് ഫ്രോഗ് കാർഡുകൾ കൈമാറുന്ന തിരക്കിലായിരുന്നു. കമ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കടന്നു. ക്രൂക്ഷാങ്കും കൂട്ടിലിരുന്ന് മൂളുന്ന പിഗുഡ്ജിയനും ഒപ്പമുണ്ടായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ, റോൺ പറഞ്ഞു. പിഗുഡ്ജിയണിനെ ഹെഡ്വിഗിന്റെ അരികിൽ നിർത്തി. ഹാരിയുടെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ഫ്രോഗ് വാങ്ങി അവൻ്റെ അടുത്തുള്ള സീറ്റിൽ ഇരുന്നു. റോൺ കവർ വലിച്ചു കീറി തവളയുടെ തല കടിച്ചു. വളരെ ക്ഷീണിച്ചതുപോലെ കണ്ണുകൾ അടച്ച് പിന്നിലേക്ക് ചാഞ്ഞു. വെൽ, ഓരോ ഹൗസിൽ നിന്നും 2 5-ാം വർഷ പ്രിഫെക്റ്റുകൾ ഉണ്ട്, ഹെർമിയോണി അറിയിച്ചു. തികച്ചും അസംതൃപ്തയായി അവൾ സീറ്റിലിരുന്നു. എല്ലാത്തിൽ നിന്നും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആരാണ് സ്ലിതറിൻ പ്രിഫെക്റ്റ് എന്ന് ഊഹിക്കാമോ? കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് റോൺ ചോദിച്ചു. മാൽഫോയ്. ഹാരി ഉടനെ മറുപടി നൽകി. തൻ്റെ വലിയ ഭയം സ്ഥിരീകരിക്കപ്പെടുമെന്ന് അവന് ഉറപ്പായിരുന്നു. റോൺ കൈപ്പോടെ പറഞ്ഞു. തവളയുടെ ബാക്കി ഭാഗം വായിലാക്കി മറ്റൊന്നെടുത്തു. പിന്നെ ആ പെണ്ണ് പാൻസി പാക്കിൻസൺ, ഹെർമിയോണി ക്രൂരമായി പറഞ്ഞു. അവളൊക്കെ എങ്ങനെ ഒരു പ്രിഫെക്റ്റായി? ആരാണ് ഹഫിൾപഫിൻ്റെ പ്രിഫെക്ട്സ്? ഹാരി ചോദിച്ചു. റേണി മാക്മില്ലനും ഹാന ആബർട്ടും, റോൺ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. റാവൻക്ലോയിൽ നിന്ന് ആന്റണി ഗോഡ്സ്റ്റെയിനും പത്മ പാട്ടീലും, ഹെർമിയോണി പറഞ്ഞു. നീ പത്മ പാട്ടീലിൻ്റെ കൂടെ യൂൾ ബോൾ ചെയ്തിട്ടുണ്ട്. ഒരു അവ്യക്തമായ ശബ്ദം മുഴങ്ങി. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ ലൂണ ലവ്ഗുഡ് ദ ക്വിബ്ലറിൻ്റെ മുകളിലൂടെ റോണിനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ തൻ്റെ വായിൽ നിറയെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഫ്രോഗിനെ വിഴുങ്ങി. ഹാ, അതെനിക്കറിയാവുന്നതാണല്ലോ, അവൻ നേരിയ അത്ഭുതത്തോടെ പറഞ്ഞു. എന്നാൽ അവൾക്കതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ലൂണ അവനോട് വിശദീകരിച്ചു. നീ അവളോട് നന്നായി പെരുമാറിയെന്ന് അവൾക്ക് തോന്നിയിട്ടില്ല. കാരണം നീ അവളോടൊപ്പം ഡാൻസ് ചെയ്തില്ല.
ഞാനായിരുന്നെങ്കിൽ എനിക്കതിൽ ഒരു കുഴപ്പവും തോന്നില്ലായിരുന്നു. അവൾ ചിന്താപൂർവം കൂട്ടിച്ചേർത്തു. കാരണം എനിക്ക് ഡാൻസ് അത്ര ഇഷ്ടമല്ല. അവൾ വീണ്ടും ദ ക്വിബ്ലറിന്റെ പിന്നിലേക്ക് മടങ്ങി. റോൺ കുറച്ചു നിമിഷങ്ങൾ വായ തുറന്ന് അവിടേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നീട് എന്തെങ്കിലും മനസ്സിലാക്കി തരാനായി ജിനിയെ നോക്കി. പക്ഷേ ജിനി സ്വയം ചിരിക്കാതിരിക്കാൻ അവളുടെ വായിൽ വിരലുകൾ തിരുകി. റോൺ തലയാട്ടി, അമ്പരന്നു. തുടർന്ന് വാച്ച് പരിശോധിച്ചു. നമ്മൾ ഇടയ്ക്കിടെ കോറിഡോറിൽ പട്രോളിംഗ് നടത്തണം, അവൻ ഹാരിയോടും നെവിലിനോടും പറഞ്ഞു. ആരെങ്കിലും മോശമായി പെരുമാറിയ ശിക്ഷകൾ കൊടുക്കാം. ക്രാബിനെയും ഗോയലിനെയും എൻ്റെ കയ്യിൽ കിട്ടണമായിരുന്നു. റോൺ, നീ നിന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്യരുത്, ഹെർമിയോണി സ്വരം കടുപ്പിച്ചു. അതെ, ശരിയാണ്. കാരണം മാൽഫോയ് ഒരിക്കലും അത് ദുരുപയോഗം ചെയ്യാൻ പോകുന്നില്ല. റോൺ അവളെ പരിഹസിച്ചു. അപ്പോൾ നീ അവന്റെ നിലവാരത്തിലേക്ക് താഴാൻ പോകുകയാണോ? വേണ്ട, അവൻ എന്റെ കൂട്ടുകാരെ കിട്ടുന്നതിന് മുമ്പ് ഞാൻ അവന്റെ കൂട്ടുകാരെ പിടിക്കും, അത്രയുള്ളൂ. റോൺ, ദൈവത്തെ ഓർത്ത്, ഞാൻ ഗോയലിനെ എഴുതിപ്പിക്കും. അപ്പോൾ അവൻ ചത്തോളും. കാരണം അവനെ എഴുതുന്നത് ഇഷ്ടമേ അല്ല. റോൺ സന്തോഷത്തോടെ പറഞ്ഞു. അവൻ ഗോയലിന്റെ ശബ്ദം അനുകരിച്ച് മുഖം വീർപ്പിച്ചുകൊണ്ട് വായുവിൽ എഴുതി. I must not look like a baboon's backside. എല്ലാവരും ചിരിച്ചു. പക്ഷേ ലൂണ ലവ്ഗുഡിനേക്കാൾ ഉച്ചത്തിൽ മറ്റാരും ചിരിച്ചില്ല. അവൾ സന്തോഷത്തോടെ നിലവിളിച്ചു. അത് ഹെഡ്വിഗിനെ ഞെട്ടി ഉണർത്തി അവളുടെ ചിറകുകൾ അടിച്ച് പറക്കാൻ പ്രേരിപ്പിച്ചു. ക്രൂക്ഷാങ്സ് ലഗേജ് റാക്കിലേക്ക് ചാടിക്കയറി. ലൂണ നിർത്താതെ ചിരിച്ചു. അവളുടെ മാഗസിൻ അവളുടെ പിടിയിൽ നിന്ന് വഴുതി കാലുകളിലൂടെ താഴേക്ക് തന്നെ തറയിലേക്ക് വീണു. അത് വളരെ നല്ലൊരു തമാശയായിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ റോണിനെ തുറിച്ചു നോക്കിയപ്പോൾ അവളുടെ വലിയ കണ്ണുകൾ കണ്ണീരിൽ മുങ്ങിയിരുന്നു. നിരാശയോടെ അവൻ ചുറ്റും നോക്കി. റോണിന്റെ മുഖത്തെ ഭാവവും മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ലൂണ ലവ്ഗുഡിന്റെ നീണ്ടു നിൽക്കുന്ന ചിരിയും കണ്ട് മറ്റുള്ളവർ ചിരിക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ കളിയാക്കുന്നതാണോ? റോൺ അവളെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ബബൂണിന്റെ ബാക്ക് സൈഡ്. അവൾ വാരിയലുകൾ പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടി ചുമച്ചു. മറ്റെല്ലാവരും ലൂണ ചിരിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ നിലത്തിരുന്ന മാഗസീനിലേക്ക് നോക്കിയ ഹാരിയുടെ ശ്രദ്ധ അതിലേക്കായി. മുൻവശത്തെ ചിത്രം എന്താണെന്ന് തലകീഴായി തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. പക്ഷേ അത് കൊർണേലിയസ് ഫഡ്ജിന്റെ വളരെ മോശം കാർട്ടൂണാണെന്ന് ഹാരിക്ക് മനസ്സിലായി. ലൈം ഗ്രീൻ ബൗളർ തൊപ്പി കാരണം ഹാരിക്ക് അയാളെ തിരിച്ചറിയാൻ സാധിച്ചു. ഫഡ്ജിന്റെ ഒരു കൈ സ്വർണ്ണ സഞ്ചിയിൽ മുറുകെ പിടിച്ചിരുന്നു, മറുകൈ ഒരു ഗോബ്ലിനെ ഞെരുക്കുകയായിരുന്നു. കാർട്ടൂണിന് അടിക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു: ഗ്രിംഗോട്സിനെ നേടാൻ ഫഡ്ജ് എത്ര ദൂരം പോകും? ഇതിന് താഴെ മാസികയിലെ മറ്റ് ലേഖനങ്ങളുടെ തലക്കെട്ടുകൾ പട്ടികപ്പെടുത്തിയിരുന്നു. ക്വിഡിച്ച് ലീഗിലെ അഴിമതി, ടൊർണാഡോകൾ എങ്ങനെയാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്, പുരാതന മന്ത്രങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുന്നു, സിറിയസ് ബ്ലാക്ക് വില്ലനോ ഇരയോ? ഇതൊന്ന് നോക്കിക്കോട്ടെ, ഹാരി ആകാംക്ഷയോടെ ലൂണയോട് ചോദിച്ചു. അവൾ തലയാട്ടി. അപ്പോഴും റോണിനെ നോക്കി ശ്വാസം മുട്ടി ചിരിച്ചു. ഹാരി മാഗസിൻ തുറന്ന് അത് പരിശോധിച്ചു. ഈ നിമിഷം വരെ കിങ്സ്ലി സിറിയസിന് നൽകാൻ മിസ്റ്റർ വിസ്ലിയെ ഏൽപ്പിച്ച മാഗസീനെ കുറിച്ച് അവൻ പൂർണ്ണമായും മറന്നുപോയിരുന്നു. ഒരുപക്ഷെ അത് ദ ക്വിബ്ലറിന്റെ ഈ പതിപ്പായിരിക്കണം. അവൻ ആ പേജ് കണ്ടെത്തി ആവേശത്തോടെ ലേഖനത്തിലേക്ക് കടന്നു. ഇതും ഒരു മോശം കാർട്ടൂണിലൂടെ ചിത്രീകരിച്ചതാണ്. വാസ്തവത്തിൽ അടിക്കുറിപ്പ് നൽകിയിരുന്നില്ലെങ്കിൽ അത് സിറിയസ് ആണെന്ന് ഹാരിക്ക് മനസ്സിലാകുമായിരുന്നില്ല. സിറിയസ് മനുഷ്യ അസ്ഥികളുടെ ഒരു കൂമ്പാരത്തിന് മുകളിൽ തന്റെ വടി പുറത്തേക്ക് നീട്ടി നിൽക്കുകയായിരുന്നു. ലേഖനത്തിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: സിറിയസ് കേട്ടറിഞ്ഞതുപോലെ ദുഷ്ടനാണോ? കുപ്രസിദ്ധ കൂട്ടക്കൊലയാളിയോ അതോ നിരപരാധിയായ പാട്ടുകാരനോ? താൻ തെറ്റിദ്ധരിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഹാരിക്ക് ഈ വാചകം പലതവണ വായിക്കേണ്ടി വന്നു. എന്നു മുതലാണ് സിറിയസ് ഒരു പാട്ടുകാരനായി മാറിയത്? 14 വർഷമായി സിറിയസ് ബ്ലാക്ക് 12 നിരപരാധികളായ മകളുകളുടെയും ഒരു
മാന്ത്രികന്റെയും കൂട്ടക്കൊലയ്ക്ക് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 വർഷം മുൻപ് അസ്ഗബാനിൽ നിന്ന് ബ്ലാക്ക് നടത്തിയ സാഹസികമായ രക്ഷപ്പെടൽ മാജിക് മന്ത്രാലയം ഇതുവരെ നടത്തിയതിൽ വച്ച് ഏറ്റവും വലിയ മനുഷ്യവേട്ടയിലേക്ക് നയിച്ചു. അദ്ദേഹത്തെ തിരിച്ചുപിടിച്ച ഡിമൻഡേഴ്സിന് തിരികെ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ? സിറിയസ് ബ്ലാക്ക് അസ്കബാനിലേക്ക് അയക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാകില്ല എന്നതിന് ഞെട്ടിപ്പിക്കുന്ന പുതിയ തെളിവുകൾ അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ലിറ്റിൽ നോട്ടണിൽ നിന്നുള്ള മിസസ് ഡോറിസ് പൂക്കിസ് പറയുന്നത് ബ്ലാക്ക് കൊലപാതകങ്ങളിൽ ഉണ്ടായിരിക്കില്ല എന്നാണ്. മിസസ് പൂക്കിസ് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകാത്തത് സിറിയസ് ബ്ലാക്ക് എന്നത് ഒരു വ്യാജ പേരാണ് എന്നാണ്. സിറിയസ് ബ്ലാക്ക് എന്ന് ആളുകൾ വിശ്വസിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ സ്റ്റബ്ബി ബോർഡ്മാൻ ആണ്. പ്രശസ്ത ഗായക സംഘമായ ദ ഹോബ് ഗോബ്ലിൻസിന്റെ പ്രധാന ഗായകൻ. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ലിറ്റിൽ നോട്ടൺ ചർച്ച് ഹാളിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ ഒരു ടേണിപ്പ് ചെവിയിൽ അടിച്ചതിനെ തുടർന്ന് പൊതുജീവിതത്തിൽ നിന്ന് വിരമിച്ചു. പത്രത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം കണ്ട നിമിഷം ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ സ്റ്റബ്ബി ആ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കാൻ സാധ്യതയില്ല. കാരണം പ്രസ്തുത ദിവസം അദ്ദേഹം എന്നോടൊപ്പം ഒരു റൊമാൻറ്റിക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആസ്വദിക്കുകയായിരുന്നു. ഞാൻ മാജിക് മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം സ്റ്റബ്ബി അല്ലെങ്കിൽ സിറിയസിന് പൂർണ്ണമാപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാരി വായന പൂർത്തിയാക്കി അവിശ്വസനീയതയോടെ പേജിലേക്ക് നോക്കി. ഒരുപക്ഷെ അതൊരു തമാശയായിരിക്കാം. ഒരുപക്ഷെ ഈ മാസിക പലപ്പോഴും സ്പൂഫ് ഇനങ്ങൾ ആയിരിക്കാം അച്ചടിക്കുന്നതെന്ന് അവൻ കരുതി. കുറച്ച് പേജുകൾ മറിച്ചപ്പോൾ അവൻ ഫഡ്ജിന്റെ ആ ഭാഗം കണ്ടെത്തി. ഗ്രിംഗോട്സിലെ വിസാർഡിംഗ് ബാങ്കിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ തനിക്ക് പദ്ധതിയില്ലെന്ന് മാജിക് മന്ത്രി കൊർണീലിയസ് ഫഡ്ജ് നിഷേധിച്ചു. എന്നാൽ അദ്ദേഹം അങ്ങനെ തന്നെയാണോ? മന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ അടുത്തിടെ വെളിപ്പെടുത്തിയത് പ്രകാരം ഗോബ്ലിൻ സ്വർണ്ണ വിതരണത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിലാഷം. ആവശ്യമെങ്കിൽ ബലപ്രയോഗം നടത്താനും മടിക്കില്ല. അദ്ദേഹം ഗോബ്ലിനുകളെ മുക്കിക്കൊല്ലുകയും കെട്ടിടങ്ങളിൽ നിന്ന് ഇറക്കുകയും വിഷം കൊടുക്കുകയും പാകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹാരിക്ക് കൂടുതലൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല. ഫഡ്ജ് ധാരാളം തെറ്റുകൾ ചെയ്തിരിക്കാം. പക്ഷേ ഗോബ്ലിനുകളെ പാകം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടത് ഹാരിക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസമായിരുന്നു. മാസികയുടെ ബാക്കി ഭാഗങ്ങൾ അവൻ മറിച്ചു നോക്കി. ഏതാനും പേജുകൾ നിർത്തി അവൻ വായിച്ചു. ലൂണ ദ ക്വിപ്ലർ തലകീഴായി വായിച്ചതിന്റെ കാരണം വിശദീകരിക്കുന്ന പുരാതന മന്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം. വാസ്തവത്തിൽ ദ ക്വിപ്ലറിലെ മറ്റ് ലേഖനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സിറിയസ് യഥാർത്ഥത്തിൽ ഒരു ഹോബ് ഗോബ്ലിൻസിന്റെ പ്രധാന ഗായകനായിരിക്കാമെന്ന ലേഖനമായിരുന്നു കുറച്ചെങ്കിലും ഭേദം. അതിലെന്തെങ്കിലും നല്ലതുണ്ടോ? ഹാരി മാഗസിൻ അടക്കുമ്പോൾ റോൺ ചോദിച്ചു. തീർച്ചയായും ഇല്ല. ഹാരി ഉത്തരം പറയുന്നതിനു മുമ്പ് ഹെർമിയോനിയുടെ ശബ്ദം ഉയർന്നു. ദ ക്വിബ്ലർ മുഴുവൻ അസംബന്ധമാണ്. എല്ലാവർക്കും അതറിയാം. എക്സ്ക്യൂസ് മീ, എൻ്റെ അച്ഛനാണ് അതിൻ്റെ എഡിറ്റർ, ലൂണ പറഞ്ഞു. അവളുടെ ശബ്ദത്തിന് പെട്ടെന്ന് സ്വപ്നതുല്യമായ ഒരു ഭാവം നഷ്ടപ്പെട്ടിരുന്നു. ഓ, ഹെർമിയോണി നാണത്തോടെ പറഞ്ഞു. ശരി, അതിൽ കുറച്ച് രസകരമായ കാര്യമുണ്ട്. അത് വളരെ അതിങ്ങ് തന്നേക്ക്. താങ്ക്സ്, ലൂണ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. മുന്നോട്ട് ചാരി നിന്ന് അവൾ അത് ഹാരിയുടെ കൈകളിൽ നിന്ന് പിടിച്ചു വാങ്ങി. 57-ാം പേജിലേക്ക് മറിച്ചുകൊണ്ട് അവൾ ദൃഢനിശ്ചയത്തോടെ മാഗസിൻ തലകീഴായി പിടിച്ചു. പിന്നെ അതിന്റെ പിന്നിൽ അപ്രത്യക്ഷയായി. അപ്പോഴേക്കും കമ്പാർട്ട്മെന്റിന്റെ വാതിൽ 3-ാം തവണയും തുറന്നു. ഹാരി ഒന്ന് നോക്കി. അവനിത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഡ്രാക്കോ മാൽഫോയ് തന്റെ കൂട്ടാളികളായ ക്രാബിനും ഗോയലിനും ഇടയിൽ നിന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് അത്ര ആസ്വാദ്യകരമല്ലായിരുന്നു. എന്താ? മാൽഫോയ് വായ തുറക്കുന്നതിന് മുമ്പ് അവൻ ആക്രമണോത്സുകമായി ചോദിച്ചു. മര്യാദക്ക് നിന്നോ പോട്ടർ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഡിറ്റൻഷൻ തരും. അച്ഛനെ പോലെ തന്നെ സുന്ദരമായ മുടിയും കൂർത്ത താടിയുമുള്ള മാൽഫോയ് ഇഴച്ചിലോടെ പറഞ്ഞു. നീ ഇത് കണ്ടോ? നിന്നെപ്പോലെയല്ല, ഞാനൊരു പ്രിഫെക്റ്റാണ്.
അതായത് നിന്നിൽ നിന്ന് വ്യത്യസ്തമായി ശിക്ഷകൾ നൽകാൻ എനിക്ക് അധികാരമുണ്ട്. അതെ, ഹാരി മറുപടി നൽകി. നീ ഒരിക്കലും എന്നെ പോലെയല്ല, നീ ഒരു വിഡ്ഢിയാണ്. അതുകൊണ്ട് ഞങ്ങളെ വിട്ടേക്ക്, പുറത്ത് കടക്ക്. റോൺ, ഹെർമിയോണി, ജിനി, നെവിൽ എന്നിവർ ചിരിച്ചു. മാൽഫോയിയുടെ ചുണ്ടുകൾ ചുരുണ്ടു. അല്ല, നീ പറ, വീസ്ലിയേക്കാൾ താഴെയായി പോയതിനെ കുറിച്ച് എന്ത് തോന്നുന്നു പോട്ടർ? അവൻ ചോദിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി ചെയ്യാം. കുറച്ച് തിരക്കിലായിരുന്നു, അതാണ് വീഡിയോ വൈകിയത്. സോ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.